Hello everyone, welcome to KS Mentor Weekly Current Affairs class. ഇന്ന് ഞാൻ കുറച്ചധികം കറണ്ട് അഫയേഴ്സ് ഫാക്ട്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സുമായിട്ടാണ്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ഡിഗ്രി KS പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നും പതിവ് പോലെ തന്നെ എടുത്തേക്കുന്ന ടോപ്പിക്സ് PPVFR അതോറിറ്റി, നാഷണൽ സ്പോർട്സ് അവാർഡ്, മിലാൻ 24 എക്സസൈസ്, അതുപോലെ തന്നെ ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് സ്കീം, അർജുന അവാർഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കും ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ടോപ്പിക്ക് വരുന്നത് PPVFR അതോറിറ്റി. ഓക്കെ, PPV ആൻഡ് FR അതോറിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് അതോറിറ്റി, അതായത് സസ്യങ്ങളുടെ ഓരോരോ വിഭാഗങ്ങളുണ്ടല്ലോ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അതോറിറ്റിയാണ് PPVFR അതോറിറ്റി എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, PPVFR ആക്ടിന്റെ അണ്ടറിൽ 2005 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ PPVFR അതോറിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അതോറിറ്റി ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ഓക്കെ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ അണ്ടറിൽ വരുന്ന ഒരു അതോറിറ്റിയാണിത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒരു അതോറിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ വരുന്നത് നമ്മുടെ പുതിയ പുതിയ സസ്യവിഭാഗങ്ങൾ കണ്ടെത്തും അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ, അതേതാണ്? അത് ഈ ഒരു അതോറിറ്റിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് വെറൈറ്റീസ് കൺസർവ് ചെയ്യുന്നതിൽ ഫാമേഴ്സിന് റിവാർഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റിന്റെ ജനറ്റിക് ആയിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് വെറൈറ്റീസിനെ കുറിച്ച് പറയുന്ന നാഷണൽ രജിസ്റ്റർ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയൊന്നും ഓർത്ത് വെക്കുക. അടുത്ത ടോപ്പിക് 2023 നാഷണൽ സ്പോർട്സ് അവാർഡുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ ഒരു സ്പോർട്സ് അവാർഡ് വിജ്ഞാപനം നടത്തി. അതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ നാഷണൽ സ്പോർട്സ് അവാർഡിന്റെ അണ്ടറിൽ വരുന്ന അവാർഡ്സ് ഏതൊക്കെയാണെന്നാണ്. മെയിൻ ആയിട്ട് ആറ് അവാർഡ്സ് ആണ് വരുന്നത്. 6 അവാർഡ്സ് ആണ് വരുന്നത്. ഈ 6 അവാർഡ്സ് ഏതൊക്കെയാണോ? ഒന്ന് ഖേൽ രത്ന, അർജുന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, മേജർ ധ്യാൻചന്ദ് അവാർഡ്, മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി, രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ. ഇത്രയുമാണ് നമ്മുടെ നാഷണൽ അവാർഡ്സിന്റെ അണ്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇയർ ഏതാണ്? 1961 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു അവാർഡ് ആദ്യം കൊടുക്കുന്നത് 1961 നമ്മുടെ സ്പോർട്സിൽ, അതായത് സ്പോർട്സിൽ അതുപോലെ തന്നെ ഗെയിംസിൽ വളരെയധികം മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ നാഷണൽ സ്പോർട്സ് അവാർഡ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 6 അവാർഡ്സ് ആണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി. അതായത് ഖേൽ രത്ന, അർജുന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, മേജർ ധ്യാൻചന്ദ് അവാർഡ്, മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി, അതുപോലെ തന്നെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ. ഇത്രയുമാണ് ഈ ഒരു അവാർഡ്സിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് മിലാൻ 24 എക്സസൈസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു നേവൽ എക്സസൈസ് ആണ്. നേവൽ എക്സസൈസ് ആണ്. ഇത് ആദ്യം ഈ ഒരു എക്സസൈസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് 1995 ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ് ആണ്. അതേപോലെ തന്നെ 4 രാജ്യങ്ങളായിരുന്നു അന്ന് ഈ ഒരു എക്സസൈസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക ആൻഡ് തായ്ലാൻഡ്. ഈ 4 രാജ്യങ്ങളായിരുന്നു 1995 ആദ്യമായിട്ട് ഈ ഒരു എക്സസൈസ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം എൻഹാൻസ് ചെയ്യാനും കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യാനുമാണ് ഇത്തരത്തിലുള്ള എക്സസൈസ് സാധാരണ കൺക്ലൂഡ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രീൻ റുപ്പി ഡെപ്പോസിറ്റ് സ്കീം. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സ്കീം കൊണ്ടുവന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി എന്താണ് ഈ ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് സ്കീം? അതായത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ സുസ്ഥിരമായ രീതിയിലുള്ള പ്രോജക്ട്സ് കൊടുക്കുന്ന ഒരു ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ
ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ് ഈ ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഗ്രീൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇപ്പം കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന തരത്തിലുള്ള പ്രോജക്ട്സ് ഒക്കെ ഒഴിവാക്കി വളരെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോജക്ട്സ് എൻഹാൻസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡെപ്പോസിറ്റ് സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് സ്കീം? അതായത് നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രോജക്ട്സ് ഇനിഷ്യേറ്റീവ്സിന് വേണ്ടിയിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സ്കീം കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ലോഞ്ച് ചെയ്തത് ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് അർജുന അവാർഡ് ലഭിച്ചത് ആർക്കാണ് എന്ന് നമുക്ക് നോക്കാം. ശീതൾ ദേവി. ഓക്കെ, ശീതൾ ദേവിക്കാണ് അർജുന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതായത് വനിതാ അമ്പെയ്ത്ത് ഇനത്തിലാണ് ശീതൾ ദേവിക്ക് ഇപ്പൊ ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ കൈകളില്ലാത്ത അമ്പെയ്ത്തുകാരി കൂടിയാണ് ശീതൾ ദേവി എന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള ശീതൾ ദേവി ആദ്യത്തെ ആംലെസ് വുമൺ ആണ്. അതായത് പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യത്തെ കൈകളില്ലാത്ത വുമൺ ആണ്. അമ്പെയ്ത്ത് ഇനത്തിൽ ഈ ഒരു അവാർഡ് നേടുന്ന ആദ്യത്തെ കൈകളില്ലാത്ത വുമൺ ആണ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ശീതൾ ദേവി. ഓക്കെ, ഇനി നമുക്ക് അർജുന അവാർഡിനെ കുറിച്ചൊന്ന് നോക്കാം. നമ്മുടെ രാജ്യത്ത് രണ്ടാമത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഹോണർ ആണ് ഈ അർജുന അവാർഡ് എന്ന് പറയുന്നത്. ആദ്യത്തേത് ഏതാണ്? ആദ്യത്തേത് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്നയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവാർഡ് കൊടുത്തു വരുന്നത് നമ്മുടെ സ്പോർട്സിലും ഗെയിംസിലും വളരെയധികം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് കൊടുത്തു വരുന്ന ഈ ഒരു അവാർഡാണ് ഈ അർജുന അവാർഡ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു അവാർഡിന് അർജുന എന്നുള്ളൊരു പേര് ലഭിച്ചത്? അതായത് നമ്മുടെ സംസ്കൃത ഇതിഹാസമായ മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടർ ആയിരുന്നു അർജുന. ആ അർജുനന്റെ പേരിലാണ് ഈ ഒരു അവാർഡ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് ഒരു സർവേയുമായി ബന്ധപ്പെട്ടതാണ്. സ്വച്ഛ് സർവേക്ഷൺ 2023. ഈ ഒരു സർവേയില് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റീസ് അത് ഏതാണ്? അത് നമ്മുടെ മഹാരാഷ്ട്രയിലെ ഇൻഡോറും അതുപോലെ തന്നെ സൂററ്റുമാണ്. ഈ സ്വച്ഛ് സർവേക്ഷൺ അഭിയാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ബേസിൽ വന്നിട്ടുള്ള ഒരു സർവേയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഓപ്പൺ ഡിഫെക്ഷൻ അതുപോലെ തന്നെ ഖരമാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഓപ്പൺ ഡിഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ നിർത്തുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവയ്ക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് അർബൻ ഏരിയാസിൽ. അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സർവേ ആണ് ഈ സ്വച്ഛ് സർവേക്ഷൺ അഭിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സർവേ പ്രകാരം നമ്മുടെ രാജ്യത്തെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? മഹാരാഷ്ട്രയിലെ ഇൻഡോറും അതുപോലെ തന്നെ സൂററ്റുമാണ്. അപ്പോൾ ഏറ്റവും വൃത്തിയുള്ള ഹൈജീനിക് ആയുള്ള സിറ്റീസിന് പുറമെ ഓക്കെ, മഹാരാഷ്ട്രയ്ക്ക് എന്താണ് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉള്ള ഒരു അവാർഡും ഈ ഒരു സർവേ പ്രകാരം മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയ്ക്ക് ശേഷം ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ട് ഉള്ള അതായത് വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? മധ്യപ്രദേശ് അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്സ് ഏതാണെന്നും അതുപോലെ തന്നെ ആ സിറ്റീസ് ഏതാണെന്നുള്ളതൊന്നും ഈ ഒരു ടോപ്പിക്കിൽ ഓർത്ത് വെക്കുക. ഇൻഡോറും സൂററ്റുമാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിൽ നിന്നുള്ളത്. അടുത്ത ടോപ്പിക്ക് 2024 ഇന്ത്യൻ ആർമി ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് മെയിനായിട്ട് നമ്മുടെ ഈ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വർഷത്തെ 2024 നമ്മുടെ ഇന്ത്യൻ ആർമി ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് അതായത് സൈബർ സ്പേസിലുള്ള സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുക എന്നാണ് അവർ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവരെന്താണ് കൂടുതൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ഈ ഒരു ഡിക്ലറേഷന്റെ പ്രധാന കാരണം. ഓക്കെ, അടുത്തത് ക്ലീനസ്റ്റ് ഗംഗ ടൗൺസ് അവാർഡ്. ഓക്കെ, ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഏത് സിറ്റിക്കാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഏത് ടൗണിനാണെന്നുള്ളത് നോക്കാം. വാരണാസി അതുപോലെ തന്നെ പ്രയാഗ്രാജ്. വാരണാസി അതുപോലെ തന്നെ പ്രയാഗ്രാജിനാണ് ഈ വർഷത്തെ ക്ലീനസ്റ്റ് ഗംഗ ടൗൺസ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു അവാർഡ് ഓർഗനൈസ് ചെയ്യുന്നത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് യൂണിയൻ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയാണ് ഈ ഒരു അവാർഡ് ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ,
ഇതും എന്താണ് സ്വച്ഛ് സർവേക്ഷൺ അഭിയാന്റെ ആ ഒരു സർവേയുടെ ബേസിലാണ് ഈ ഒരു അവാർഡും നൽകി വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഉത്തർപ്രദേശിലെ ഇതാദ്യമായിട്ടാണ് നമ്മുടെ ഉത്തർപ്രദേശിലെ 2 സിറ്റീസിന് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഈ ഒരു അവാർഡ് ലഭിച്ച 2 സിറ്റീസിന് ഈ ഒരു അവാർഡ് ലഭിച്ച സ്റ്റേറ്റ് അത് ഏതാണ്? അത് ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, സ്വച്ഛ് സർവേക്ഷൺ അഭിയാന്റെ അണ്ടറിലാണ് ഈ ഒരു അവാർഡും നൽകി വരുന്നത് ഓർഗനൈസ് ചെയ്യുന്ന മിനിസ്ട്രി ഏതാണ്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രി ആണ്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്ക് വരുന്ന ഓപ്പറേഷൻ അമൃത് ആണ്. എന്താണ് ഈ ഓപ്പറേഷൻ അമൃത്? അതായത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത് കേരള ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ആന്റിബയോട്ടിക്സിന്റെ ഓവർ യൂസേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ലോഞ്ച് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. കേരള ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആന്റിബയോട്ടിക്സിന്റെ ഓവർ യൂസ് തടയുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കേരള ലോഞ്ച് ചെയ്ത ഈ ഒരു ആന്റിബയോട്ടിക്സിന്റെ ഓവർ യൂസേജ് തടയുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന മറ്റ് ഇനിഷ്യേറ്റീവ്സ് എന്താണെന്നുള്ളത് നോക്കാം. അത് മാത്രമല്ല, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ്. എന്താണ്? അതായത് ഈ ഒരു ആന്റിബയോട്ടിക്സിന്റെ ഈ ഒരു യൂസേജ് തടയുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് കൂടിയാണ് കേരള. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന്, കേരളാസ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് പ്ലാന്, അതുപോലെ തന്നെ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സർവേലൻസ് നെറ്റ്വർക്ക്, പ്രോഗ്രാം ഓൺ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് ഫോർ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് അൺയൂസ്ഡ് ആന്റിബയോട്ടിക്സ്. ഓക്കെ, ഈ ഒരു ആന്റിബയോട്ടിക്സിന്റെ ഈ ഒരു ഓവർ യൂസേജ് തടയുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഇനിഷ്യേറ്റീവ്സ് ഇതൊക്കെയാണ്. ഓക്കെ, അടുത്ത പെഞ്ച് ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ ഒരു ടൈഗർ റിസർവ് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തു. അതായത് മെയിൻ ആയിട്ട് ഈ ലൈറ്റ് പൊല്യൂഷൻ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അസ്ട്രോണമിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തത് മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ്. ഓക്കെ, മധ്യപ്രദേശിലെ ചിന്ദ്വാര ഡിസ്ട്രിക്റ്റിൽ നിന്നുമാണ് ഈ ഒരു പെഞ്ച് റിവറിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒറിജിൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പെഞ്ച് റിവർ എന്താണ്? ഈ ഒരു റിസർവിൽ കൂടിയാണ് ഒഴുകുന്നത്. നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റിസർവിന്, ഈ ഒരു ടൈഗർ റിസർവിന് പെഞ്ച് ടൈഗർ റിസർവ് എന്നൊരു പേര് ലഭിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് 1975 ഈ ഒരു ടൈഗർ റിസർവിനെ നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കവരത്തി ഐസ്ലാൻഡ്. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ കൂടുതൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഒക്കെ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐലൻഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ കവരത്തിനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊന്ന് നോക്കാം. സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ആയ ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ ആണ് കവരത്തി എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ കേരളത്തിൽ നിന്നും 360 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു കവരത്തി ഐലൻഡ്, ഈ ഒരു കവരത്തിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പവിഴപ്പുറ്റുകൾക്കും അതുപോലെ സമ്മർജ് പോയ ഒരുപാട് തീരങ്ങളും ഒക്കെ എന്താണ് ഈ ഒരു കവരത്തിയുടെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ പ്രധാനമായിട്ടും സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളം, അതുപോലെ തന്നെ മഹലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കവരത്തിയിൽ എന്താണ് ഒരുപാട് സിറ്റീസ്, നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് സിറ്റീസ് മിഷന്റെ ഭാഗമായിട്ട് ഒരുപാട് സിറ്റീസ് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവരത്തി ഐലൻഡുമായിട്ട് പ്രധാനമായിട്ടും നോക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷനും കൂടെ ഒന്ന് നമുക്ക് നോക്കി പോവാം. അതായത് അഗത്തി ഐസ്ലാൻഡ്, അതുപോലെ തന്നെ ആൻഡ്രോട്ട് ഐസ്ലാൻഡ്. ഓക്കെ, ഇത് ഈ ഒരു കവരത്തിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അഗത്തി ഐസ്ലാൻഡിന്റെയും അതുപോലെ തന്നെ ആൻഡ്രോട്ട് ഐസ്ലാൻഡിന്റെയും മിഡിലായിട്ടാണ് ഈ ഒരു കവരത്തി ഐസ്ലാൻഡിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മുടെ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ആയ ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ ആണ് കവരത്തി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് സ്വദേശ ദർശൻ സ്കീം എന്താണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഡെബ്രിഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഈ ഒരു സ്വദേശ ദർശൻ സ്കീമിനകത്ത് ഉൾപ്പെടുത്തി ടൂറിസം മിനിസ്ട്രി ഉൾപ്പെടുത്തിയതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്വദേശ ദർശൻ സ്കീം ടൂറിസം മിനിസ്ട്രി ലോഞ്ച് ചെയ്യുന്നത് 2015 ഓക്കെ, മെയിൻ ആയിട്ട് എന്തിനാണ് ഇത്തരത്തിലൊരു സ്കീം ലോഞ്ച് ചെയ്തത്? എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടൂറിസം മിനിസ്ട്രി 2015 ഇത്തരത്തിലൊരു സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ഇത് 100%
സെൻട്രലി ഫണ്ടഡ് സ്കീമാണ്. അതായത് ഈ ഒരു പ്രോജക്ട്സിന്റെ ഡെവലപ്മെന്റിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നത് അതാരാണ്? അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. 100% സെൻട്രലി ഫണ്ടഡ് സ്കീമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്കീം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് അതുപോലെ യൂണിയൻ ടെറിട്ടറീസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിനും ഈ ഒരു സ്കീം കൊടുത്തു വരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്വദേശ ദർശൻ സ്കീമിനെ മിനിസ്ട്രി ഓഫ് ടൂറിസം അതിനെ റിവാമ്പ് ചെയ്തു. ഏത് പേരിലാണ്? സ്വദേശ ദർശൻ 2.0 എന്ന് റിവാമ്പ് ചെയ്തു. ഇതിന്റെ സെക്കൻഡ് വേർഷൻ ആണ്. ഓക്കെ, ഇതിന്റെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട്, അതായത് സുസ്ഥിരമായ രീതിയിൽ പ്രകൃതിക്ക് കോട്ടം തട്ടാതെ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത്ര മാത്രം ഇത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഡെബ്രിഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ച് നോക്കാം. അതിന്റെ ലൊക്കേഷൻ വരുന്നത് ബർഹർ ഡിസ്ട്രിക്ട്, ഒഡീഷയിലെ ബർഹർ ഡിസ്ട്രിക്റ്റിലാണ്. അതായത് ഹിരാക്കുഡ് ഡാമിലാണ്, മഹാനദി റിവറിലാണ് വരുന്നത്. ഇതിനെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് 1985 ഓക്കെ, 1985 ഒഡീഷയിലാണ് ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ജനുവരി 2nd വീക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ്. ഇനി കുറച്ച് അധികം നമുക്ക് എടുത്ത് തീർക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിന്റെ വീഡിയോസ് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഇതുവരെ നമ്മൾ ക്ലാസ് എടുത്തതും ടോപ്പിക്സ് പിക്ക് ചെയ്യുന്നതെല്ലാം. അതുപോലെ തന്നെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ കേസ് മെന്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ക്ലാസ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഫാക്ട്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്